നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ നമുക്ക് ഹല്ലേലൂയ അതേ വേദവചന പഠനത്തോടുള്ള ബന്ധത്തിലായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കുന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർപ്പിച്ചതുപോലെ ഇന്ന് റോമാ ലേഖനമാണ് നാം പഠിക്കുവാനായിട്ട് പോകുന്നത്. താല്പര്യമുള്ളവർ ആ നോട്ട്സുകളെല്ലാം കുറിച്ചെടുക്കണം. ഇത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തോട്ടും അതുപോലെ തന്നെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ലേഖനവും ആയതുകൊണ്ടാണ് ഇത് പഠിപ്പിക്കാമെന്ന് തീരുമാനിക്കുകയും ദൈവത്തിൽ പ്രാർത്ഥിച്ച് അതിന്മേൽ ദൈവമായ കർത്താവ് ഇപ്രകാരം നമ്മെ ഒരുക്കുകയും ചെയ്തത് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അതിനോടനുബന്ധിച്ച് ഇതിന്റെ ഒരു ഇൻട്രഡക്ഷൻ എന്ന നിലയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. ബൈബിൾ വേദപുസ്തകം എന്ന് പറഞ്ഞാൽ പുസ്തകങ്ങളുടെ ഒരു സമാഹാരമാണ്. അതായത് ഒരു ലൈബ്രറി പോലെയാണ്. എത്ര പുസ്തകങ്ങളുണ്ട് എന്നുള്ളത് എല്ലാവർക്കും വളരെ സുപരിചിതമാണ്. 66 പുസ്തകങ്ങളുടെ ഒരു സമാഹാരം ആണ് ബൈബിൾ എന്ന് പറയുന്നത്. അതിൽ ചരിത്രമുണ്ട്, ജീവചരിത്രമുണ്ട്, നിയമങ്ങളുണ്ട്, കവിതകൾ, പ്രവചനം, ജ്ഞാനം, സുവിശേഷം, സഭാചരിത്രം എന്നീ കാര്യങ്ങൾ അടങ്ങിയ ഒരു 66 പുസ്തകങ്ങൾ അടങ്ങിയതാണ് ബൈബിൾ എന്ന് പറയുന്നത്. ലേഖനങ്ങളെല്ലാം എഴുതിയത് അപ്പോസ്തലന്മാരാണ്. കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെ ഉണ്ടായിരുന്ന 12 അപ്പോസ്തലന്മാർ മാത്രമല്ല, കൂടാതെ ദൈവം അനോയിന്റ് ചെയ്ത് അയക്കപ്പെട്ടതായ നിയോഗിക്കപ്പെട്ടതായ അപ്പോസ്റ്റലന്മാരും ലേഖനങ്ങൾ എഴുതുവാനായിട്ട് ഇടയായിട്ടുണ്ട്. ഈ ലേഖനങ്ങളുടെ എല്ലാം അടിസ്ഥാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവരെ പഠിപ്പിക്കുകയും അതുപോലെ തന്നെ ബലപ്പെടുത്തുകയും ചെയ്യുവാനായിട്ട് ക്രിസ്തീയ സഭയെ പഠിപ്പിക്കുകയും അത് പ്രകാരം അവരെ ബലപ്പെടുത്തുകയും ചെയ്യേണ്ടതിനാണ് ഈ ലേഖനങ്ങളെല്ലാം എഴുതിയിരിക്കുന്നത് എന്ന് ഓർപ്പിക്കട്ടെ. കർത്താവ് പറയുകയാണ്, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അപ്പം യേശുവിന്റെ പ്രധാന ദൗത്യം, യേശു ക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ ഉള്ള പ്രധാന ദൗത്യം എന്ന് പറഞ്ഞാൽ ഒന്നാമതായി പാപത്തിന് പരിഹാരമുണ്ടാക്കുക, പിന്നീട് സഭയ്ക്ക് തുടക്കം കുറിക്കുക, ദൈവത്തോട് മനുഷ്യനെ ബന്ധിപ്പിക്കുക. ബാക്കിയെല്ലാം ചെയ്യുവാൻ കർത്താവായ യേശുക്രിസ്തു കുറച്ചുപേരെ തിരഞ്ഞെടുത്തു, അവരെ ട്രെയിൻ ചെയ്തു. സഭയുടെ ജനനം തന്നെ യേശുവിന്റെ പുനരുത്ഥാനത്തിന് അല്ലെങ്കിൽ മരണത്തിനു ശേഷമാണ്. പരിശുദ്ധാത്മാവിനെ അയച്ചു കൊടുത്തത് മുഖാന്തരമാണ് സഭ അല്ലെങ്കിൽ അപ്പോസ്തലന്മാരിൽ കൂടെ സഭ വളരുവാനായിട്ട് ഇടയായത്. യേശു പഠിപ്പിച്ചത് വേണ്ട വിധത്തിൽ പഠിപ്പിച്ചതും അതിനെ ശക്തീകരിച്ചതും അതിന് അപ്രകാരം ചെയ്തതും അപ്പോസ്തലന്മാരുടെ ഒരു സംഭാവനയാണ്. അതിന് ലേഖനങ്ങൾ, എഴുത്തുകൾ ആവശ്യമായിരുന്നു. ഈ ലേഖനങ്ങളുടെ ഏറ്റവും പ്രഥമമായ ദൗത്യം എന്ന് പറഞ്ഞാൽ ഈ ലേഖനങ്ങളിൽ നിന്നാണ് സഭയുടെ ഉപദേശങ്ങൾ ഉടലെടുക്കുവാനായിട്ട് ഇടയായത്. സഭ എന്തിന് നിൽക്കുന്നു, യേശു ആരാണ്, യേശുവും നമ്മളും തമ്മിലുള്ള ബന്ധം, ഒരു സഭ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് ഇത്യാദി കാര്യങ്ങളാണ് ലേഖനങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നതും. പിന്നെ ദൈവത്തിന്റെ ഒരു യുണീക്ക് പ്ലാൻ, ആ പേർപ്പസ് ആണ് എസ്റ്റാബ്ലിഷിംഗ് എ ചർച്ച് എന്ന് പറഞ്ഞാൽ സഭയം ശരീരം എന്ന് കർത്താവിന്റെ ശരീരമാകുന്ന സഭയെ ഒന്ന് പണിതെടുക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു തിരഞ്ഞെടുത്ത ഒരു മാർഗമാണ് സഭ എന്നുള്ളത് ഇന്ന് രാത്രികാലം ഓർപ്പിക്കട്ടെ. സഭ എന്ന് പറഞ്ഞപ്പോൾ എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിൽ സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന ഒരു മർമ്മമാണ് സഭ എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവത്തിന് ഒരു പുത്രനുണ്ടായിരുന്നു. പുത്രന്റെ മണവാട്ടിയായി തീരുവാൻ ഒരു മനുഷ്യന് ഏകനായിരിക്കുന്ന നന്നല്ല എന്നുള്ള ആ വചനപ്രകാരം തന്നെ കർത്താവായ യേശു ക്രിസ്തുവിന് ഒരു മണവാട്ടിയായി തീരുവാൻ തക്കതായ ഒരു തുണയെ കൊടുക്കുവാൻ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന ഒരു മർമ്മമാണ് സഭ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം 14-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം. ദൈവം തന്റെ നാമത്തിനായി ജാതികളിൽ നിന്ന് ഒരു ജനത്തെ എടുത്തുകൊള്ളുവാൻ ആദ്യമായിട്ട് കടാക്ഷിച്ചത് ശീമോൻ വിവരിച്ചുവല്ലോ. മതി. അവിടെ പറയുകയാണ്, ദൈവം തന്റെ നാമത്തിനായി ജാതികളിൽ നിന്ന് ഒരു ജനതയെ തിരഞ്ഞെടുപ്പാൻ ആദ്യമായി കടാക്ഷിച്ചത് ശീമോൻ വിവരിച്ചുവല്ലോ എന്നുള്ളത് നാം കാണുകയാണ്. എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 5-ഉം 6-ഉം വാക്യങ്ങളിൽ അവിടെ പറയുന്നുണ്ട്,
ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായി വന്നിരുന്നില്ല. നോക്കിയേ, അപ്പോൾ നേരത്തെ ഇതിന്റെ മർമ്മം ആർക്കും അറിവായി വന്നിരുന്നില്ല എന്നുള്ളത് അവിടെ പറയുകയാണ്. അപ്പോൾ ഈ ആഗ്രഹം, ഈ മണവാട്യം സഭ ആക്കേണ്ടതിന്റെ ആഗ്രഹം ദൈവമായ കർത്താവ് 3 പദ്ധതികളിൽ കൂടെയാണ് അതിനെ അവസാനം കണ്ടെത്തുവാനായിട്ട്, അല്ലെങ്കിൽ 3 തരമായ പ്രവൃത്തിയിൽ കൂടെയാണ് ദൈവം ഇപ്രകാരം ചെയ്യുവാനായിട്ട് പോയത്. ഒന്ന് വീണുപോയ മനുഷ്യനെ പുനർനിർമ്മിക്കുന്നതിലേക്ക് നോക്കിയാൽ പുനഃസ്ഥാപിച്ച് യഥാസ്ഥാനപ്പെടുത്തി ദൈവം ഉദ്ദേശിച്ച അളവിലേക്ക് മനുഷ്യനെ കൊണ്ടുവരുവാൻ ദൈവം തീരുമാനിച്ചപ്പോൾ ദൈവം ആ 3 പദ്ധതികളാണ് ആവിഷ്കരിക്കുവാനായിട്ടിടയായത്, അനാവരണം ചെയ്യുവാനായിട്ടിടയായത്. ആദ്യകാലങ്ങളിൽ ദൈവം വ്യക്തികളെയാണ് തിരഞ്ഞെടുക്കുവാനായിട്ടിടയായത്. അതിലാണ് ഹാബേൽ, ഹാനോക്ക്, നോഹ എന്നീ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അവരിൽ കൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, പഠിക്കുവാൻ കഴിയുന്നത് എങ്ങനെ ദൈവത്തോട് കൂടെ നടക്കുവാനായിട്ട് കഴിയും എന്നുള്ളതാണ്. ഇതിന് ഇമ്മാനുവേൽ, അതായത് ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നുള്ള ആ ഒരു കാര്യത്തിലേക്ക് ഈ 3 വ്യക്തികളെ നമുക്ക് നോക്കുമ്പോൾ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു എന്നുള്ളത് അപ്പൊ വ്യക്തികളെ ദൈവം തെരഞ്ഞെടുത്തു. എന്നാൽ കുറച്ചുകൂടെ ആളുകൾ ദൈവ പ്രവൃത്തിയെ പ്രസ്താവിക്കേണ്ടതിന് ഒരു നാഷണൽ ലെവലിലേക്ക് ദൈവം ചിന്തിച്ചു. ദൈവം എന്ത് ചെയ്തു? ദൈവത്തിന്റെ പുനർനിർമ്മാണത്തെ മാറ്റി ഒരു ജാതിയെ ദൈവം തെരഞ്ഞെടുക്കുവാനായിട്ട് തീരുമാനിച്ചു. ആ ജാതിയെ തെരഞ്ഞെടുക്കേണ്ടതിന് ഒരുവനെ ദൈവം വിളിക്കുവാനായിട്ടിടയായി. അതിന്റെ പേരാണ് അബ്രഹാം. അബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിച്ചു അതിൽ കൂടെ അല്ലെങ്കിൽ പുത്രന്മാരെ നൽകി. ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും പുത്രന്മാരെ നൽകിയിട്ട് ഒരു വലിയ ശ്രേഷ്ഠമായ ഒരു ജാതിയാക്കി ദൈവം മാറ്റുവാനായിട്ടിടയായി. ഇത് കണ്ടിട്ടും ആരും ദൈവത്തിങ്കിലേക്ക് വന്നില്ല എന്ന് പറഞ്ഞാൽ ആ ഇസ്രായേൽ എന്നുള്ള ജാതിയെ ദൈവം തെരഞ്ഞെടുത്തത് അവരിൽ കൂടെ മറ്റുള്ളവരും ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് കടന്നു വരണം എന്നുള്ളതായിരുന്നു ദൈവം ചിന്തിച്ചതായ കാര്യം. പക്ഷേ അപ്പോഴും ഈ ജനം കടന്നു വരാതിരുന്നപ്പോൾ 3ാമത്തെ ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു സകല ജാതികൾക്കും ഉണ്ടാകുവാനുള്ള രക്ഷ. ഇനി ഒരു പദ്ധതി ദൈവത്തിനില്ല. സകല ജാതികൾക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന മഹാരക്ഷ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമാണ്. അതുകൊണ്ടാണ് ഇനിയൊരു പദ്ധതി ദൈവത്തിനില്ല. ഇതാണ് ദിസ് ഈസ് ദ ഫൈനൽ പ്ലാൻ, ദിസ് ഈസ് ദ ഫൈനൽ സ്റ്റേജ് ഓഫ് ദ റെവലേഷൻ. വെളിപ്പാടിന്റെ ഫൈനലായിരിക്കുന്ന അവസാനമായിരിക്കുന്ന ഒരു ഹല്ലേലൂയ ദൈവത്തിന്റെ ഉദ്ദേശത്തിന്റെ അവസാന പദ്ധതി എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ സകല ജാതികൾക്കും ഉണ്ടാകുവാനുള്ള രക്ഷയെ കുറിച്ചാണ് നമുക്ക് കാണുവാൻ. അതാണ് 3ാമത്തെ സർവലൗകികമായ സർവലോകത്തെയും വേർതിരിച്ചു നിർത്തുന്ന ദൈവത്തിന്റെ പദ്ധതി എന്ന് പറഞ്ഞാൽ. ഇത് കഴിഞ്ഞാലാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും അങ്ങോട്ട് പോകുവാൻ പറ്റുന്ന ഒരു കൂട്ടം ആളുകളെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദൈവം. അതിൽ പങ്കാളികളാകുവാൻ ദൈവം നമുക്ക് തന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കുകയും എന്നും സ്തോത്രം ചെയ്യുകയും ചെയ്യണം. ആമേൻ. ആരെങ്കിലും ഒരുക്കുവാനും ഉണ്ടെങ്കിൽ അവർക്ക് ലേഖനങ്ങൾ വായിക്കണം എന്നുള്ളത് വളരെ അനുഗ്രഹമാണ്. അതിൽ കൂടെയാണ് ദൈവത്തിന്റെ ആഴത്തിലുള്ള മർമ്മങ്ങൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. ലേഖനങ്ങൾ നമുക്കറിയാം, പുതിയ നിയമത്തിലാണ് ലേഖനങ്ങൾ ഉള്ളത്. 21 ലേഖനങ്ങൾ, 4 സുവിശേഷം, ഒരു ചരിത്രം, ഒരു പ്രവചനം എന്നീ ഇങ്ങനെ അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. 21 ലേഖനങ്ങളെ നാം ഒന്ന് തരം തിരിച്ചാൽ 14 എണ്ണം അപ്പോസ്തലനായ പൗലോസ് എഴുതിയത് എന്ന് പറയുന്നു. 3 എണ്ണം അപ്പോസ്തലനായ യോഹന്നാൻ, 2 എണ്ണം അപ്പോസ്തലനായ പത്രോസ്, 1 എണ്ണം യൂദ, യേശുവിന്റെ സഹോദരനായ യൂദ, 1 എണ്ണം യാക്കോബ്, യേശുവിന്റെ സഹോദരൻ. ഇതിൽ പൗലോസ് ഒഴികെ ബാക്കിയെല്ലാം ഒരു കാത്തോലിക് അല്ലെങ്കിൽ ജനറൽ എപ്പിസ്റ്റൽസ് ആണ്. ആ വാക്യങ്ങൾ അല്ലെങ്കിൽ ആ ഹെഡിങ്സ് നോക്കിയാൽ അറിയാം. പത്രോസ് എഴുതിയ ലേഖനം, അല്ലെങ്കിൽ യോഹന്നാൻ എഴുതിയ ലേഖനം, യൂദായുടെ ലേഖനം. പക്ഷേ അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനങ്ങളെ നാം നോക്കിയാൽ അതെല്ലാം വളരെ സ്പെസിഫൈഡ് ആണ്. സ്പെസിഫിക് ആയിട്ട് അതിന്റെ പേരുകൾ ഇന്ന സഭകളോടുള്ള ഉദ്ദേശത്തോടും വ്യക്തികളോടുള്ള ഉദ്ദേശത്തോടും കൂടെയാണ് അതൊക്കെ എഴുതിയിരിക്കുന്നത് എന്ന് നാം കാണാം. നാം വെളിപ്പാട് പുസ്തകത്തിലേക്ക് പോകുമ്പോഴും കർത്താവായ യേശു ക്രിസ്തുവും യോഹന്നാനെ വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ സഭകളെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെയും നമുക്ക് കാണുവാൻ കഴിയുന്നു.
ഒന്ന് എഫെസോസ് സഭ, സ്മുർണ സഭ, പെർഗമസ്, തുയതൈര, സർദിസ്, ഫിലദൽഫിയ, പിന്നെ ലവോദിക്ക എന്നീ 7 സഭകൾക്കുമാണ് ഈ വെളിപ്പാട് പുസ്തകത്തിൻ്റെതായ കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുവാനായിട്ടിടയായത്. 4 ലേഖനങ്ങൾ അത് 3 മൂപ്പന്മാർക്കും വേണ്ടി എഴുതി, മൂപ്പന്മാർക്ക് സഭ നടത്തിയിരുന്ന 3 മൂപ്പന്മാർക്കും വേണ്ടിയാണ് 4 ലേഖനങ്ങൾ എഴുതിയത്. ഒരു മൂപ്പന് മാത്രം 2 എണ്ണം, മറ്റു 2 എണ്ണം തീത്തോസും ഫിലേമോനുമാണ്. പിന്നെയുള്ളത് എബ്രായ ലേഖനമാണ്. അതിനെക്കുറിച്ച് ഒരു ഡിബേറ്റ് ഉണ്ട്. എങ്കിൽ തന്നെയും അതിനെക്കുറിച്ച് നമുക്കറിയാം. പൗലോസിന്റെ ലേഖനങ്ങൾ എഴുതിയതും ലേഖനങ്ങൾ അടങ്ങിയിരിക്കുന്നതും 2 ക്രമത്തിലാണ്. അതായത് ആദ്യം എഴുതിയ ലേഖനം എന്ന് പറയുന്നത് ഗലാത്യ ലേഖനമാണ്. പിന്നെ എന്തുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തി കഴിഞ്ഞ് റോമർ വന്നു എന്ന് ചോദിച്ചാൽ അത് പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ പ്രവൃത്തി എന്ന് തന്നെ നമുക്ക് അത് കാണുവാൻ കഴിയും. കാരണം 1-ാം മിഷണറി യാത്രയിൽ ഗലാത്യയിൽ സഭ സ്ഥാപിക്കുവാനായിട്ടിടയായി. 2-ാം മിഷണറി യാത്രയിൽ ഗലാത്യയിൽ ചില പ്രശ്നങ്ങൾ ഉള്ളത് മനസ്സിലാക്കിയിട്ട് ആദ്യം എഴുതിയ ലേഖനമാണ് ഗലാത്യ ലേഖനം. 2-ാം മിഷണറി യാത്രയിൽ തെസ്സലോനിക്കയിൽ പോയി 3 ആഴ്ച കൊണ്ട് സഭ സ്ഥാപിച്ചു. പുറത്തു പോകേണ്ടതായി വന്നു. വേണ്ട പോലെ പഠിപ്പിക്കുവാൻ പറ്റിയില്ല. അതുകൊണ്ട് 2-ാമത് എഴുതിയതാണ് 1 തെസ്സലോനിക്കരും 2 തെസ്സലോനിക്ക ലേഖനം. 3-ാമതാണ് 1 കൊരിന്ത്യർ എഴുതിയതും 2 കൊരിന്ത്യർ എഴുതിയതും. 4-ാമത് എഴുതിയതാണ് റോമ ലേഖനം. ഈ ലേഖനങ്ങളെല്ലാം യാത്രയിൽ എഴുതിയ ലേഖനങ്ങളാണ്. ഇടയ്ക്കിടയ്ക്ക് ജയിലിൽ പോകും. അങ്ങനെ കാരാഗ്രഹ ലേഖനങ്ങളാണ് 4 എണ്ണം. ഫിലേമോൻ, കൊലോസിയർ, എഫേസ്യൻസ്, ഫിലിപ്പിയൻസ്, അങ്ങനെ 4 ലേഖനങ്ങൾ കാരാഗ്രഹ ലേഖനങ്ങളാണ്. അത് കഴിഞ്ഞ് ജയിലിൽ നിന്ന് മോചിതനായപ്പോൾ സഭയുടെ പ്രവർത്തനങ്ങൾ ഭംഗിയായിട്ടല്ല പോകുന്നത് എന്ന് മനസ്സിലാക്കി തിമോത്തി എഫെസോസ് സഭയുടെ മൂപ്പനായി ചാർജ് എടുക്കുന്നു എന്നറിഞ്ഞപ്പോൾ തിമോത്തിയോസിന് എഴുതിയ ലേഖനമാണ് 1-ാം ലേഖനം. തീത്തോസ് ക്രേത്തയുടെ ചാർജ് എടുക്കുവാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ തീത്തോസിന് എഴുതിയ ലേഖനമാണ് തീത്തോസിന്റെ ലേഖനം. പൗലോസ് വീണ്ടും തടവിലായി. അപ്പോൾ അവസാനമായി എഴുതിയ ലേഖനമാണ് 2 തിമോത്തി എന്നുള്ളത്. ആമേൻ. അപ്പോൾ വേദപുസ്തകത്തിൽ ഇതേ ക്രമത്തിലല്ല അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആലേഖനമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കാരണം അതിന്റെ ആ വിശദീകരണത്തിലേക്ക് പോയെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. സഭയുടെ തേജസ്സിന്റെ പ്രക്രിയ നോക്കിയാൽ എങ്ങനെയാണ് ഒരു വിശ്വാസി തേജസ്സുള്ള പുതിയ യെരുശലേമിലേക്ക് പോകുവാൻ ഒരുങ്ങേണ്ടത് എന്ന് അവിടെ കാണുന്നു. അതുകൊണ്ടാണ് റോമർ, 1 കൊരിന്ത്യർ, 2 കൊരിന്ത്യർ, അങ്ങനെ പടിപടിയായിട്ടുള്ള ഒരു സ്റ്റെപ്പ് മുഖാന്തരമാണ് അതെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ റോമർ എന്താണ് റോമൻസിൽ എഴുതിയിരിക്കുന്നത്? വാട്ട് ഈസ് ഗോസ്പൽ എന്നുള്ളത്. സുവിശേഷം കഴിഞ്ഞു. അതായത് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നീ സുവിശേഷം കഴിഞ്ഞു. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തിയും കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരിൽ കൂടെ ചെയ്തതായ പ്രവൃത്തിയും കഴിഞ്ഞു. അടുത്തത് ഈ സുവിശേഷം എങ്ങനെയാണ് ഒരു മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് അല്ലെങ്കിൽ ആ രൂപാന്തരത്തിലേക്ക് നടത്തുന്നത് എന്നത് ആലേഖനം ചെയ്തതാണ് റോമ ലേഖനം. സുവിശേഷം വിശ്വസിച്ച ഒരാൾ ഒറ്റയ്ക്ക് നിൽക്കുകയല്ല, സഭയോട് ചേർന്ന് നിൽക്കുവാൻ. അപ്പോൾ എങ്ങനെയാണ് സഭ പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതാണ് 1 കൊരിന്ത്യ ലേഖനത്തിൽ കാണുന്നത്. സഭ നടത്തുന്നവർ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ മിനിസ്ട്രി എന്താണ്, ഒരു സഭാ ശുശ്രൂഷകൻ അത് നടത്തുമ്പോൾ ഏതെല്ലാം തരത്തിൽ ഉള്ള വെല്ലുവിളികൾ നേരിടേണ്ടി വരും എന്നുള്ളതാണ് 2 കൊരിന്ത്യരിലുള്ളത്. സഭ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ദുരുപദേശങ്ങൾ വന്നിട്ട് കൃപയും വിശ്വാസവും മാത്രം പോരാ, വേറെ ചിലതുകൂടെ വേണമെന്ന് പഠിപ്പിക്കുന്നവരും കടന്നു വരുവാനായിട്ട് ഇടയാകും. അപ്പോൾ എങ്ങനെ അവരെ തരണം ചെയ്യണം, എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് പഠിപ്പിക്കുന്നതാണ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം. കൃപയിലേക്ക് മടങ്ങി വന്ന് കൃപയിൽ തന്നെ നിൽക്കുന്ന ശരീരമാകുന്ന സഭയിൽ എങ്ങനെ പ്രവർത്തിക്കണം, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ എന്താണ് എന്നാണ് എഫേസ്യ ലേഖനത്തിൽ പഠിപ്പിക്കുന്നത്. പിന്നീട് മാറിയും മറിഞ്ഞ് സഭയുടെ ഐക്യത, ഏക ചിന്തയോടെ ഇരിക്കാൻ ഫിലിപ്പിയ ലേഖനം നമ്മെ പഠിപ്പിക്കുന്നു. ശരീരം ആണെന്നൊക്കെ പറഞ്ഞു, പക്ഷെ ശരീരത്തിനൊരു തലയുണ്ട്. ആ തലയെ മറന്നാൽ എല്ലാം പോയി. അത് പഠിപ്പിക്കുന്നതാണ് കൊലോസ്യ ലേഖനം. ഇങ്ങനെ ഇരുന്നാൽ കർത്താവ് വരും. എങ്ങനെ? കർത്താവിന്റെ ശരീരമാകുന്ന സഭയോട് ചേർന്ന് നിന്ന് തലയെ സ്തുതിച്ച് ആരാധിച്ച് നിന്നാൽ കർത്താവ് വരും. അപ്പോൾ കർത്താവിന്റെ 2-ാം വരവിനെ കുറിച്ചുള്ളതാണ് തെസ്സലോനിക്ക എഴുതിയിരിക്കുന്ന ലേഖനം. മൂപ്പന്മാർക്ക് എഴുതിയാണ് തിമോത്തിയോസിന്റെയും തീത്തോസിന്റെയും ലേഖനം. പെരുമാറ്റം ശരിയാകാത്തത് കൊണ്ട് സഭയിൽ എപ്പോഴും വികലമായി പോകുന്നു. അതുകൊണ്ട് തിമോത്തിയോസിനും തീത്തോസിനും ലേഖനങ്ങൾ എഴുതി. പ്രതിസന്ധികളും പ്രതിബദ്ധതകളും വരുമ്പോൾ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് ഫിലോമോൻ
ഫിലോമോനോട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ അവൻ എന്തെങ്കിലും കടമായിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നു തീർക്കാം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഒരു ശുശ്രൂഷൻ എങ്ങനെ ആയിരിക്കണം എന്ന് പഠിപ്പിക്കുന്നതാണ് ഫിലോമോന്റെ ലേഖനം. ഹല്ലേലൂയ. എബ്രായ ലേഖനം ഞാൻ പറഞ്ഞല്ലോ, കർത്താവായ യേശു ക്രിസ്തു ദൂതന്മാരെക്കാൾ, മോശയേക്കാൾ, അഹരോനേക്കാൾ, യോശുവേക്കാൾ വലിയവൻ എന്നുള്ളത് അവിടെ വെളിപ്പെടുത്തുകയാണ്. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ ശുശ്രൂഷ മഹത്വമുള്ളതാണ്. നിങ്ങൾ ആത്മീയ പക്വതയിലേക്ക് പോകണം. ഒന്നിനും കുറവില്ലാത്തവരായി സമ്പൂർണരുമാകേണ്ടതിനാണ് ക്രിസ്ത്യൻ മെച്യൂരിറ്റി പഠിപ്പിച്ചു തരുന്നതാണ് യാക്കോബിന്റെ ലേഖനം. നിങ്ങൾക്ക് ഈ ലോകത്തിൽ കഷ്ടമുണ്ട്, പേടിക്കേണ്ട, ധൈര്യപ്പെടുക, ജീവപര്യന്തം പ്രത്യാശ ഉണ്ടാകണമെന്ന് പഠിപ്പിക്കുന്നതാണ് പത്രോസിന്റെ ലേഖനം. നിങ്ങൾ യഥാർത്ഥ ജീവനുമായി ബന്ധപ്പെടണം, അനുകരണങ്ങളെ സൂക്ഷിക്കുക. ഏറ്റവും അവസാനം മരിച്ച അപ്പോസ്തലനാണ് യോഹന്നാൻ, സ്നേഹത്തിന്റെ അപ്പോസ്തലൻ. ദൈവം സ്നേഹം തന്നെ എന്ന് പഠിപ്പിച്ചതാണ് അപ്പോസ്തലനായ യോഹന്നാൻ. ആമേൻ. ദുരുപദേശങ്ങൾക്കെതിരെ ആഞ്ഞടിക്കുന്ന ഒരു അപ്പോസ്തലനാണ് യൂദ അപ്പോസ്തലൻ. ആമേൻ. അതിനുശേഷമാണ് വെളിപ്പാട് പുസ്തകത്തിലേക്ക് നാം നമ്മുടെ ശ്രദ്ധയെ തിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ 3 കാര്യങ്ങൾ നമുക്ക് വെളിപ്പെട്ടു വരുന്നത് കാണാം. ഒന്ന്, ദൈവത്തിൽ പ്രത്യാശ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന വ്യക്തി ജീവിതങ്ങൾ, പ്രത്യാശയുള്ളവരായിരിക്കാൻ പഠിപ്പിക്കുന്നത്, അതുപോലെ തന്നെ സ്നേഹമുള്ളവരായിരിക്കാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ 3 അപ്പോസ്തലന്മാരെ ഇതിനുവേണ്ടി എടുത്തു നമുക്ക് കാണിക്കുവാനായിട്ട് കഴിയും. ഒന്ന്, വിശ്വാസത്തെക്കുറിച്ച് ആഴമായി പഠിപ്പിക്കുന്ന പൗലോസ്, പ്രത്യാശയെക്കുറിച്ച് ആഴമായി പഠിപ്പിക്കുന്ന പത്രോസ്, ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് ആഴമായി പഠിപ്പിക്കുന്ന യോഹന്നാൻ എന്ന അപ്പോസ്തലൻ. അങ്ങനെയെങ്കിൽ ഈ പുതിയ നിയമം ഒറ്റ വാക്കിൽ നമുക്ക് പറയുവാനായിട്ട് കഴിയുമെങ്കിൽ യേശു എന്ന ശ്രേഷ്ഠനായ മഹത്വവാനായ ദൈവത്തെ വെളിപ്പെടുത്തുന്നതാണ് പുതിയ നിയമം. അതിൽ 3 വാക്കിൽ ചുരുക്കാൻ പറഞ്ഞാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇത് 3ഉം പ്രമോട്ട് ചെയ്യുന്നവരാണ് ഈ 3 പേരെന്ന് പറയുന്നത്. ഒന്ന്, വിശ്വാസത്തിന്റെ അപ്പോസ്തലനായ പൗലോസ്. 2, പ്രത്യാശയുടെ അപ്പോസ്തലനായി പത്രോസ്. 3, സ്നേഹത്തിന്റെ അപ്പോസ്തലനായി യോഹന്നാൻ. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങളാണ് ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയിൽ. ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞില്ല, ഒരു ക്ലാസ് കൂടി ഇൻട്രൊഡക്ഷനോടുള്ള ബന്ധത്തിൽ നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും. ഇത് എപ്രകാരമാണ് ഇത് എല്ലാം ക്രോഡീകരിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മനുഷ്യരിൽ കൂടെ പ്രവർത്തിച്ച് ഇപ്രകാരമെല്ലാം ഈ 66 പുസ്തകങ്ങൾ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ എല്ലാ പുസ്തകങ്ങളും എഴുതിയതിൻ്റെതായ മാതൃക പ്രകാരമല്ല, പിന്നെയോ പരിശുദ്ധാത്മാവിന്റെ നിയോഗപ്രകാരം അത് വെച്ചപ്പോൾ അത് ഓരോ ചുവടുവെപ്പും അല്ലെങ്കിൽ ഓരോ പുസ്തകങ്ങൾ മാറുമ്പോഴും എങ്ങനെയാണ് ഒരു വിശ്വാസിയുടെ ജൈത്രയാത്ര എന്നുള്ളത് ക്രമീകരിച്ചു വെക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ദൈവം തെരഞ്ഞെടുത്ത വ്യക്തി ജീവിതങ്ങൾക്ക് അഭിഷേകത്താൽ കൊടുത്തതുകൊണ്ട് അപ്രകാരം നിയോഗിക്കപ്പെട്ട് വെക്കുവാൻ ഇടയായതാണ് പുതിയ നിയമത്തിലും പഴയ നിയമത്തിലുമുള്ള പുസ്തകങ്ങൾ. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിലേക്ക് വന്ന് അത് പര്യവസാനിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ നാം എല്ലാവരും ജയിച്ചവരായി മാറുവാനായിട്ട് ഇടയാകണം. ജയിക്കുന്നവനുള്ള മുദ്രകൾ, ജയിക്കുന്നവനുള്ള സമ്മാനങ്ങൾ നാം കരസ്ഥമാക്കുന്നവരായി നാം ഓരോരുത്തരും മാറണം. ഹല്ലേലൂയ. യഹോവയായ ദൈവം തന്റെ ആർദ്ര കരുണയാൽ അപ്പോസ്തലനായ പൗലോസിനെ സുവിശേഷത്തിന്റെ ചീഫ് എക്സ്പോണന്റായി തിരഞ്ഞെടുക്കുവാനായിട്ട് ഇടയായി. ഈ ലോകത്തിലുള്ള എല്ലാ ആളുകൾക്കും സുവിശേഷത്തിന്റെ സത്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നതിനായി പ്രത്യേകം അഭിഷേകത്താലും വിളിയാലും യേശു ക്രിസ്തു തന്നെ നേരിട്ട് മാനസാന്തരത്തിലേക്ക് വിളിച്ചുകൊണ്ടുവന്ന അപ്പോസ്തലനാണ് അപ്പോസ്തലനായ പൗലോസ്. അദ്ദേഹത്തിന്റെ സുവിശേഷത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച മുഴുവനും വെളിപ്പെടുത്തുന്നത് ഈ റോമ ലേഖനത്തിലാണ്. അപ്പോൾ അനേക വ്യക്തി ജീവിതങ്ങൾ ഈ റോമ ലേഖനത്തെക്കുറിച്ച് എപ്രിഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മുന്നിലുള്ള വേദ പണ്ഡിതന്മാർ ഒട്ടനവധി ഈ റോമ ലേഖനം ഒരുവനെ മരണത്തിൻ്റെതായ ആ ലാസ്റ്റ് സ്റ്റേജിൽ ഇരിക്കുമ്പോഴും അദ്ദേഹം വായിച്ചു കേൾക്കാൻ ഇഷ്ടപ്പെട്ട പുസ്തകം എന്ന് പറയുന്നത് ഈ റോമ ലേഖനമാണ് ആയിരുന്നു എന്നുള്ളത് വളരെ നമുക്ക് ചിന്തനീയമാണ്. അതുകൊണ്ട് നാം ആയിരിക്കുന്ന ശുശ്രൂഷ തലത്തിലും ശിഷ്യന്മാരും അല്ലെങ്കിൽ ശിഷ്യന്മാരെന്ന് പറയുന്നത് എല്ലാ വിശ്വാസികളെ കുറിച്ചാണ് ശിഷ്യന്മാരെന്ന് പറയുന്നത്. കാരണം വിശ്വാസിയായിട്ട് ആരെയും ദൈവം തിരഞ്ഞെടുത്തിട്ടില്ല, എല്ലാവരെയും ശിഷ്യന്മാരായിട്ടാണ് ദൈവം തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് ഏതൊരു വ്യക്തി ജീവിതവും ഈ റോമ ലേഖനം ആദ്യം
ആദ്യോടന്തം വായിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം എന്നുള്ളത് വളരെ അർത്ഥവും വളരെ ആവശ്യവുമുള്ള ഒരു സംഗതി ആയതുകൊണ്ടാണ് ഇത് ഇപ്രകാരം കണ്ടിന്യൂസ് ആയിട്ട് നടത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവമായ പരിശുദ്ധാത്മാവ് അതിന് എന്നെ കൃപ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടായിരിക്കണം. അരമണിക്കൂറാണ് നമ്മുടെ ഈ മീറ്റിംഗ് ഇപ്രകാരം ക്രമീകരിക്കാനായിട്ട് ഇടയാകുന്നത്. അതുകൊണ്ട് അതിനകത്തു വെച്ച് തന്നെ കാര്യങ്ങൾ ക്രമീകരിച്ചു നിർത്തുവാനും ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഏവരും ഹല്ലേലൂയ കടന്നു വന്ന് ഒരുമിച്ച് നമുക്ക് അത് പഠിക്കുവാനായിട്ട് കഴിയും. ഇന്നൊരു ഇൻട്രൊഡക്ഷൻ ആണ്. നാളെയും അല്പമായി ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് റോമാലേഖനത്തിലേക്ക് പ്രവേശിക്കാം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഹല്ലേലൂയ ഒരു പുസ്തകമായി നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു പുസ്തകമാണ്. കാരണം അനേകരെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് ആദായപ്പെടുത്തുവാൻ ഇതിലുള്ള വാക്യങ്ങൾ അനുഗ്രഹമാവും. കാരണം അപ്പോസ്തലനായ പൗലോസ് ജാതികളുടെ ഇടയിൽ സ്പെഷ്യലി റോമ സഭയ്ക്ക് വേണ്ടി എഴുതപ്പെട്ടപ്പോൾ അതിൻ്റെതായ ശ്രേഷ്ഠത തന്റെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടുത്തി തന്ന മർമ്മങ്ങൾ അത് വെളിപ്പെടുത്തുവാനിടയായി. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും നമുക്ക് നാളെ കാണാം. ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.